ഹലോ ഗൈസ്, ഇന്നത്തെ വിശേഷം നമ്മളെ വീട്ടിൽ കുറച്ച് കൊഞ്ച് മേടിച്ച് ചേട്ടനാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോഴും വിചാരിച്ച് കൊഞ്ച് തോരനും റോസ്റ്റും ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കൊഞ്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൊഞ്ചിൻ്റെ തല ആരും ചിലരൊന്നും എടുക്കാറില്ല. പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കിയാൽ മതി. നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുത്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മളിന്ന് റോസ്റ്റ് ചെയ്യുന്നത് വെളിയിൽ അടുപ്പിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഈ അടുപ്പ് നമ്മളവിടുത്തെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ അടുപ്പ് മണ്ണ് കൊണ്ട് അമ്മ ഉണ്ടാക്കിയതാണ്. നമുക്ക് വെളിയിൽ ഇങ്ങനെ അടുപ്പില്ലാത്തതുകൊണ്ട് അമ്മ തന്നെ സ്വന്തമായിട്ട് മണ്ണൊക്കെ കുഴച്ച് ഉണ്ടാക്കി വെച്ചതാണ്. നമ്മളിവിടെ കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നത് ആദ്യം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കൊഞ്ചെല്ലാം ഇട്ട് കൊടുക്കും. എന്നിട്ട് കൊഞ്ചിൻ്റെ രണ്ട് സൈഡ് ഇളക്കി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പം സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും എണ്ണയൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കും. ഇതിന് നേരത്തെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ തോരത്തിന് ഞാൻ ഗ്യാസിലാണ് വെച്ചത്. ഇതേ സെയിം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളത് എണ്ണയിലൊക്കെ ഇട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കൊഞ്ച് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്, തോരനായതുകൊണ്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ കൊഞ്ച് ഞാൻ പറഞ്ഞില്ല നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കും. അങ്ങനെ ഇവിടെ കൊഞ്ച് തോരനും റെഡിയായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കൊഞ്ച്. അങ്ങനെ തോരത്തിന് വേണ്ടിയുള്ള അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണവ തോരൻ, നെത്തോര തോരനൊക്കെ വയ്ക്കുന്ന അതേ സെയിം അരപ്പ് തന്നെയാണ് ഇതിനും. പിന്നെ നമ്മളെ വീട്ടിൽ മിഴിമോളും സ്നേഹയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്, മയിലാണ്. മയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ പരിസരത്തൊക്കെ മയിലിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.